ഡോക്ടർ അബ്ദുൽ ബാസിദ്, ഡോക്ടർ ഹാരിസിനൊപ്പമാണ്. ഡോക്ടർ അബ്ദുൽ ബാസിദ്, ഇവിടെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പ്രൊഫഷനിൽ ഇനി അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്, അതിന് പേടിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ സംഘടനയുടെ പിന്തുണ കിട്ടിയാൽ പോലും അദ്ദേഹത്തിന് അത് തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിനുണ്ട്. അതാണല്ലോ അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചതും, പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന്. അല്ല, അദ്ദേഹം മുമ്പ് തന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് തന്നെ സംഘടന ഗവൺമെന്റിനോട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പലപ്പോഴും ഈ ബ്യൂറോക്രസിയുടെ ആ ഒരു നൂലാമാലകൾക്കിടയിലും ചുവപ്പ് നാടയിലും കിടന്നിട്ട് പലപ്പോഴും നമുക്ക് ആവശ്യമായ ചില ഉപകരണങ്ങൾ, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ സർജിക്കൽ ഉപകരണങ്ങൾ പണ്ടത്തെ ഒരു 10 കൊല്ലം മുമ്പുള്ള ഒരു സർജിക്കൽ ലാൻഡ്സ്കേപ്പിലല്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സർജറികൾ ചെയ്യുന്നത് താക്കോൽദാരത്തിലാണ്. ഹെർണിയ സർജറി പോലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് താക്കോൽദാരത്തിലാണ്. അപ്പൊ അത്തരം ഒരു നൂതനമായ ഒരു സങ്കേതങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മികച്ച ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരാറുണ്ട്. ഈ ഉപകരണങ്ങൾ പലതും ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പൊ അത്തരം ഒരു ഉപകരണങ്ങളുടെ അനുസ്യൂതമായ ഒരു സപ്ലൈ ചെയിൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് ബ്യൂറോക്രസി ചുവപ്പ് നാടയിൽ കിടക്കാൻ പാടില്ല. അപ്പൊ ഇത്തരത്തില് ഒരു മികച്ചതായിട്ടുള്ള ഒരു ജോലി സംവിധാനം, ജോലിക്കുള്ള സാഹചര്യം ഒരുക്കി തരുന്നതിൽ കുറച്ചും കൂടെ ചടുലമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഹാരിസ് പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു സാധനത്തോട്, ആ ഒരു അദ്ദേഹത്തിന്റെ പരാതിയോട്, അദ്ദേഹത്തിന്റെ വികാരത്തോടൊപ്പം തന്നെയാണ് സംഘടന നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട കാര്യം, ഒറ്റപ്പെട്ട സംഭവമാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രമാണ് എന്ന രീതിയിൽ ലഘൂകരിക്കുന്നുണ്ട്. അങ്ങനെയാണോ? KGM-CTA നേരത്തെ സർക്കാരിന് മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് ഒറ്റ മെഡിക്കൽ കോളേജിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണോ? അല്ല, ഇത് എല്ലാ മെഡിക്കൽ കോളേജിലുമുള്ള പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് ആ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ പ്രശ്നം കൊണ്ട് ആരോഗ്യ മേഖല തകർന്നു എന്നുള്ളൊരു വികാരം ഉണർത്താൻ പലരും ശ്രമിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നൂതനമായിട്ടുള്ള സംവിധാനങ്ങളാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. പണ്ടത്തെ പോലെ അല്ല. അത് ഈവൻ ഇപ്പൊ പല സാധനത്തിലും ഇപ്പൊ നമ്മളിപ്പം ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ടിരുന്നതാണ്. പണ്ട് എല്ലാവർക്കും ഹൃദയധമനികളുടെ അസുഖത്തിന് ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിൽ ഭൂരിഭാഗവും ചെയ്യുന്നത് കാത്ത് ലാബുകളിലാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ നൂതനമായിട്ടുള്ള ഈ സാധനങ്ങൾ ഈ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. പെട്ടെന്ന് നമുക്ക് കിട്ടിയാൽ മാത്രമേ കൂടുതൽ രോഗികൾക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. നമ്മുടെ ബ്യൂറോക്രസി ഇപ്പോഴും പഴയത് തന്നെയാണ്. ഈ ഒരു ചികിത്സാ രംഗത്തെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ബ്യൂറോക്രസിയിൽ ഉണ്ടായിട്ടില്ല. അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തകരാറാണ്. അത് മാറ്റേണ്ടതാണ്. ആ ഒരു ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതും ശ്രീ M.K. ഹരിദാസ്